ഹലോ, ഇന്ന് നമുക്ക് യക്ഷിണി എന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. മായ എന്നൊരു നാഗയക്ഷി ഭൂമിയിൽ ശാപം കിട്ടി എത്തിയിരിക്കുകയാണ്. ശാപമോചിത ആകണമെങ്കിൽ 100 ആണുങ്ങളെ പ്രണയിച്ച് അവരെ അവളുടെ വലയിൽ വീഴ്ത്തി കൊന്നുകളയണം. മുഴുവനായും 99 പുരുഷന്മാരെ അവൾ കൊന്നു. 100ാമത്തേത് നായകനാണ്. നായകനെ മായ കണ്ടോ ഇല്ലയോ എന്നതൊക്കെയാണ് മുഴുവൻ കഥയും. എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ നാഗലോകത്തിലെ മഹാകാല എന്നൊരാൾ വെള്ളത്തിനടിയിൽ തപസ് ചെയ്യുകയാണ്. മറ്റൊരു വശത്ത് ഒരു ഡാൻസ് മാസ്റ്ററിനെ കാണിക്കുന്നു. മാസ്റ്ററിന് ഒരു വ്യത്യസ്തമായ മണം അനുഭവപ്പെടുമ്പോൾ ആ സ്ഥലത്തേക്ക് മാസ്റ്റർ എത്തും. അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുകയാണ്. അവളാണ് മായ. മാസ്റ്ററിനെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് അവൾ ഡാൻസ് കളിക്കുന്നതും. മായയുടെ അടുത്തെത്തിയ മാസ്റ്റർ ആണെങ്കിലോ, നീ എന്ത് പെർഫ്യൂമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് അവളെ കെട്ടിപ്പിടിക്കും. അവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുമ്പോഴോ ഉടനെ തന്നെ അവളുടെ കണ്ണുകൾ നീല നിറമായി മാറി നഖവും പല്ലുകളും പുറത്തേക്ക് വന്ന് അവനെ കടിച്ചു കീറിക്കൊന്നു. അവളൊരു നാഗയക്ഷിയായിരുന്നു. അതേസമയം തപസ്സിരുന്ന മഹാകാല പുറത്തു വന്ന് അവൾ 99ാമത്തെ ആളിനെയും കൊന്നു. അടുത്തൊരാളെ കൊല്ലും മുമ്പ് നമുക്കവളെ പിടികൂടണമെന്നും തീരുമാനിക്കുകയാണ്. മായ എന്തിനാണിങ്ങനെ ആണുങ്ങളെ കൊല്ലുന്നത്, അവൾക്ക് എന്താണ് ശാപം കിട്ടിയത് എന്നൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. മായ മറ്റൊരു ലോകത്തിലുള്ളതാണ്. അവിടെ ഒരു അമ്പലത്തിലെ കാവൽക്കാരിയായിരുന്നു മായ. ഒരു മനുഷ്യനെ പ്രണയിച്ച് ചതിക്കപ്പെട്ടു. ആയതിനാൽ മനുഷ്യരൂപത്തിലെത്തി മനുഷ്യനെ പ്രണയിച്ചതിനാൽ ഭൂമിയിൽ തന്നെ ജീവിക്കാനുള്ള ശാപം അവൾക്ക് കിട്ടി. അതെങ്ങനെയും മാറ്റുവാൻ അവരുടെ തലവനായ കുബേരനോട് ചോദിച്ചപ്പോഴോ, ഭൂമിയിലുള്ള 100 പുരുഷന്മാരെ പ്രണയിച്ച് കൊന്നുകളഞ്ഞാൽ തിരികെ എത്താം. പക്ഷേ 100ാമത്തെ ആൾ ഒരു പെണ്ണിനെ പോലും പ്രണയിക്കാത്ത കന്യകനായിരിക്കണമെന്നുണ്ട്. അവനുമായി ഫിസിക്കൽ റിലേഷൻ നടന്ന് അവനെ കൊന്നാലേ ദേവലോകത്തേക്ക് തിരികെ എത്താനാകൂ എന്നാണ് ശാപം. അത് കഴിഞ്ഞ് നായകന്റെ കുടുംബത്തെയാണ് കാണിക്കുന്നത്. നായകനായ കൃഷ്ണ ഒരു പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിക്കൂ എന്ന തീരുമാനത്തിലാണ്. അവനിപ്പോൾ 30 വയസ്സായി. ഇതുവരെയും അവന് പെണ്ണ് കിട്ടിയതേയില്ല. കൃഷ്ണയുടെ 2 സഹോദരിമാരും വിവാഹം കഴിച്ചു. അവരവനെ കല്യാണം കഴിക്കാനായി നിർബന്ധിക്കുകയാണ്. എന്നാൽ കൃഷ്ണയാണെങ്കിലോ സ്വപ്നത്തിൽ ഒരു സുന്ദരിയെ കണ്ടു. മുഖം വ്യക്തമല്ല. അതുപോലൊരു പെണ്ണിനെ വിവാഹം കഴിക്കൂ, ഇല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്ന തീരുമാനത്തിലുമാണ്. കൃഷ്ണ ഒരു ഹോട്ടലിലെ മാനേജറായി ജോലി ചെയ്യുകയാണ്. കൂട്ടുകാരൊക്കെ വിവാഹത്തിനവനെ നിർബന്ധിക്കുമ്പോൾ തന്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെ കാത്തിരിക്കുകയാണ് കൃഷ്ണ. അങ്ങനെയായിരുന്നു അവൻ മറുപടി പറഞ്ഞതും. അങ്ങനെയിരിക്കെ മായ തന്റെ അടുത്ത ഇരയെ തിരക്കി ഇറങ്ങുകയാണ്. അവൾ ഒരു IT കമ്പനിയിൽ ജോയിൻ ചെയ്യും. അവിടെയുള്ള മറ്റുള്ള പുരുഷന്മാരെല്ലാം മായയെ ഫ്ലർട്ട് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം അവളെ ശ്രദ്ധിക്കുന്നതേയില്ല. അയാളെപ്പറ്റി തിരക്കിയപ്പോഴോ ഒരു പെണ്ണിനെയും നോക്കാറില്ല. വിവാഹവും കഴിച്ചിട്ടില്ലെന്ന് മായ അറിയും. അവൻ അടുത്തെത്തി പരിചയപ്പെട്ടിട്ട് നമുക്ക് രാത്രി ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് മായ ചോദിക്കുമ്പോൾ അവനും സമ്മതിച്ചു. അങ്ങനെ രാത്രി അവൾ ഒരുങ്ങി സുന്ദരിയായി തന്റെ ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ഹോട്ടലിലേക്കെത്തി. കൃഷ്ണ ജോലി ചെയ്യുന്ന ഹോട്ടലായിരുന്നു അത്. അവിടെ വെച്ച് കൃഷ്ണ മായയെ കണ്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ മായയെ അവൻ ഒരുപാട് ഇഷ്ടമായി. തന്റെ സ്വപ്നത്തിൽ വരാറുള്ള പെണ്ണിനെ പോലെ തന്നെ അവളെന്ന് കൃഷ്ണ ചിന്തിച്ചു. എന്നാൽ മായയാണെങ്കിലോ ഓഫീസിലെ ആളുടെ അടുത്തെത്തി സംസാരിക്കുന്നത് കാണുന്ന കൃഷ്ണയ്ക്ക് അത് സഹിച്ചില്ല. ഒരിക്കലും ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്കൊരു പെണ്ണിനെ കിട്ടില്ലല്ലോ എന്നവൻ വിഷമിച്ചു. വീട്ടുകാർ പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാമെന്നും അവൻ തീരുമാനിക്കും. അങ്ങനെ വീട്ടുകാർ അവർക്കിഷ്ടമുള്ള ഒരു സുന്ദരി പെണ്ണിനെ കണ്ടെത്തി. പെണ്ണ് കാണൽ ചടങ്ങിൽ വെച്ച് പെണ്ണിനെ കണ്ടതും കൃഷ്ണയ്ക്കും ഇഷ്ടമായി. മറ്റൊരു വശത്ത് മായയാണെങ്കിലോ ഡേറ്റ് ചെയ്ത ആളിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എത്രയും വേഗം കാര്യം നടത്തി തന്റെ ലോകത്തിലേക്ക് മടങ്ങാമെന്നാണ് മായയുടെ മനസ്സിൽ. അയാളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ആംബിയൻസ് എല്ലാം അവൾ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. അയാൾ റൂമിലേക്കെത്തി. എന്നിട്ട് മായയോട് പറയും, ഞാൻ അത്ര നല്ലവനൊന്നുമല്ല. ഒരുപാട് പേരെ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. നല്ലവനായി അഭിനയിച്ചാലേ എനിക്ക് നിന്നെ പോലൊരു പെണ്ണിനെ കിട്ടൂ എന്ന് പറയും. അത് കേട്ടതും മായയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ യഥാർത്ഥ രൂപത്തിലെത്തി അലറുകയാണ്. അത് കണ്ട അയാളാണെങ്കിലും ബോധം കിട്ടു വീണു. പക്ഷെ അതെല്ലാം പുറത്തു നിന്നൊരാൾ കാണുന്നുണ്ട്. അതാരാണെന്ന് നമ്മളെ കാണിക്കുന്നതേയില്ല. അങ്ങനെ മായ അവിടെ നിന്നും ഒരു മരത്തിന് മുകളിലെത്തി അവിടെ ഇരുന്ന് ഒരുപാട് കരയും. എന്നാൽ കൃഷ്ണയുടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ നടക്കുകയാണ്. കൃഷ്ണയാണെങ്കിലോ തന്റെ വധുവിനെ മോതിരം കൊടുത്ത് പ്രപ്പോസ് ചെയ്യുവാനായി തീരുമാനിച്ച് അവളെ കാണുവാനായി പോകുമ്പോഴോ അവൾ അവിടെ അവളുടെ കാമുകനുമായി ഫോണിൽ സംസാരിക്കുകയാണ്. കല്യാണം ഇവനുമായി, ബാക്കിയെല്ലാം നീയുമായെന്ന് പറയുന്നത് കൃഷ്ണ കേട്ടു. അതവന് സഹിക്കാനായില്ല. അവൾ ചതിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ അവിടെ നിന്നും ഇറങ്ങി മായ ഇരിക്കുന്ന മരത്തിന് താഴെ എത്തിയിട്ട് ഒരു ലെറ്റർ എഴുതി.
ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരു പെണ്ണിനെ പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ ചതിക്കപ്പെട്ടു. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തൂങ്ങി മരിക്കാനായി ഒരുങ്ങവേ ആ ലെറ്റർ പറന്ന് മായയ്ക്കടുത്തെത്തി. ലെറ്റർ വായിച്ച മായയ്ക്ക് സന്തോഷമായി. അവൾ ആഗ്രഹിച്ച പോലെ ഒരു പെണ്ണിനെ പോലും പ്രണയിക്കാത്ത പുരുഷൻ. അവൾ താഴെ വന്ന് കൃഷ്ണയെ രക്ഷിച്ചു. നീ ഹോട്ടൽ കണ്ട പെണ്ണല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ അതെ, പക്ഷേ അവിടെയുണ്ടായിരുന്നവൻ എന്നെ ചതിച്ചുവെന്ന് മായ കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു. നമ്മൾ ഒന്നിക്കണമെന്നാണ് നിയോഗം. എന്നെയും ഒരു പെണ്ണ് ചതിച്ചുവെന്ന് കൃഷ്ണ കാര്യം അവളോട് തുറന്നു പറഞ്ഞു. അത് കേട്ട മായയാണെങ്കിലോ സന്തോഷത്തോടെ നാളെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി. മറ്റൊരു വശത്ത് തപസ് ചെയ്ത മഹാകാൽ ഒരു താമരപ്പൂ തിരക്കി കാട്ടിലൂടെ പോവുകയാണ്. 700 വർഷം കൂടുമ്പോഴാണ് ആ ഒരു പൂ പൂക്കുന്നത്. അത് വെച്ച് മായയെ കണ്ടുപിടിക്കാനാകും. മായയുടെ സ്മെൽ തിരിച്ചറിഞ്ഞ് അവൾ ഉള്ളിടം കാട്ടിത്തരുന്ന ഒരു പ്രത്യേകതരം താമരപ്പൂവാണത്. ആ പൂവ് മഹാകാൽ കൈക്കലാക്കി. അടുത്ത ദിവസം ജോലിക്കെത്തിയ കൃഷ്ണയ്ക്ക് വിവാഹം മുടങ്ങിയതിന്റെ സങ്കടമൊന്നും മുഖത്ത് കാണാത്തതിനെപ്പറ്റി ഫ്രണ്ട്സ് തിരക്കിയപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട പെണ്ണിനെ പരിചയപ്പെട്ടെന്ന് അവൻ പറയും. എന്നാൽ മറ്റൊരു വശത്ത് മഹാകാലാണെങ്കിലോ ആ താമരപ്പൂ വെച്ച് ഒരു പെയിന്റ് തയ്യാറാക്കുകയാണ്. അതെന്തിനെന്നാൽ മായയെ എങ്ങനെയും കണ്ടെത്തണം. മഹാകാൽ നാഗലോകത്തിലുള്ള ആളാണ്. കുബേരൻ അവരുടെ ലോകത്തെ നശിപ്പിച്ച് നാഗമാണിക്യം സ്വന്തമാക്കിയിരുന്നു. മായ നാഗയക്ഷികളിൽ വെച്ച് വളരെ സ്പെഷ്യലായ 64ാമത്തെ നാഗയക്ഷിയാണ്. മായയെ കണ്ടെത്തി അവളിലൂടെ ദേവലോകത്തെത്തി കുബേരനെയും കൊന്ന് നാഗമാണിക്യവും ദേവലോകവും സ്വന്തമാക്കണമെന്നാണ് മഹാകാലിന്. അങ്ങനെ അയാൾ താമരപ്പൂ വെച്ചുള്ള പെയിന്റിൽ ഒരു ചിത്രം വരച്ച് എല്ലാ ഹോട്ടലിലും അയച്ചു. അവിടെ എവിടെയെങ്കിലും മായ വന്നാൽ അവളെ പിടികൂടാൻ. അങ്ങനെ ഇരിക്കെ മായയും കൃഷ്ണയും ഒരു പബ്ബിലേക്ക് പോയി. മദ്യപിച്ച അവരാണെങ്കിലോ നേരെ എത്തിയത് മായയുടെ വീട്ടിലേക്കായിരുന്നു. മായ അവനോട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാനായി നോക്കിയപ്പോൾ അവൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം മായ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൃഷ്ണയെ വിളിച്ചു, ഒരു റൊമാൻറ്റിക് ഡേറ്റിന്. അതും അവൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ വന്നാണ് മായ വിളിച്ചത്. അവിടെ ആ പെയിന്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ മായയ്ക്കതൊന്നും അറിയില്ലല്ലോ. മായ വന്നിട്ട് പോയതും പെയിന്റിങ്ങിന്റെ നിറം മാറുവാനായും തുടങ്ങി. മായ കൃഷ്ണയും കൂട്ടി പുറത്തേക്ക് പോയപ്പോഴോ അവളെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതാരെന്ന് കാണിക്കുന്നതേയില്ല. അങ്ങനെ ആരോരുമില്ലാത്തിടത്ത് അവരെത്തി. മായ കൃഷ്ണയുടെ അടുത്തേക്ക് റൊമാൻസിനെത്തിയപ്പോൾ കൃഷ്ണ വീണ്ടും ഒഴിഞ്ഞു മാറി. അവൻ ഒഴിഞ്ഞു മാറിയതിന്റെ കാരണം മായ തിരക്കുമ്പോൾ അത് എൻ്റെ അച്ഛൻ പണ്ടൊരു വുമണൈസർ ആയിരുന്നു. അത് കാരണം എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചു. അന്ന് ഞാൻ അമ്മയ്ക്കൊരു സത്യം ചെയ്തു. ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കൂ, അവളോട് സത്യസന്ധനായിരിക്കും, വിവാഹശേഷം മാത്രമേ അവളുടെ ദേഹത്ത് പോലും ഞാൻ തൊടൂ എന്ന്. അത് കേട്ടതും മായയ്ക്ക് സഹിച്ചില്ല. മായ തിരികെ വന്ന് പാലമരത്തിന് മുകളിലിരുന്ന് കയ്യിലുള്ള മാന്ത്രിക പാവയോട് അക്കാര്യമെല്ലാം തുറന്നു പറഞ്ഞ് കരഞ്ഞു. മറ്റൊരു വശത്ത് മഹാകാല പെയിന്റിങ്ങിന്റെ നിറം മാറിയത് മനസ്സിലാക്കി മായ ഉള്ളിടം കണ്ടെത്താനായി ഒരു പ്രകാശം കടത്തിവിട്ടു. അതിനെ ഫോളോ ചെയ്തെത്തിയ മഹാകാല പാലമരത്തിന് മുകളിൽ നിന്നും ഒരു നാഗയക്ഷിയെ പിടികൂടി. പക്ഷെ അത് മായയല്ലായിരുന്നു. 64 യക്ഷികളിൽ ഒരാളായ ജ്വാലയായിരുന്നു. മായയെ പോലെ തന്നെ ശാപം കിട്ടി വന്നതാണ് ജ്വാല. മായയെ അന്ന് ഹോട്ടലിലും പിന്നെ കമ്പനിയിലുള്ളവനെ റൂമിൽ കൊണ്ടുവന്നപ്പോഴും ഒരാൾ പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നല്ലോ. അത് മറ്റാരുമല്ല, ജ്വാലയായിരുന്നു. മായയെ കണ്ടെത്തി കൊടുത്താൽ വെറുതെ വിടാമെന്ന് മഹാകാൽ പറഞ്ഞതനുസരിച്ച് ജ്വാല അതിന് സമ്മതിച്ചിട്ട് അവിടെ നിന്ന് പോയി. എന്നാൽ കൃഷ്ണയാണെങ്കിലോ അന്നത്തെ സംഭവത്തിന് ശേഷം മായയെ അന്ന് കണ്ട മരത്തിന് മുന്നിലെത്തിയിട്ട് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത് കൊണ്ടാ ഞാൻ ഇങ്ങനെ, മായ എന്താ എന്നെ മനസ്സിലാക്കാത്തത് എന്ന് പറയുമ്പോൾ മായ അവിടെ എത്തും. എന്നിട്ട് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കും. സത്യത്തിൽ മായയുടെ ഉദ്ദേശം അവനെ കൊല്ലുക എന്നാണല്ലോ. കൃഷ്ണയ്ക്കാണെങ്കിലോ അതൊന്നും അറിയത്തേയില്ല. കൃഷ്ണയെ കൊന്നു. പിന്നീട് എന്തായി എന്നറിയാൻ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.